ഹലോ എവ്രി വൺ. അപ്പം ഞങ്ങളിത് എങ്ങോട്ടാണെന്നാവില്ലേ വിചാരിക്കുന്നുണ്ടാവുക. ഈ ഒരു നടത്തത്തിന് 2 ലക്ഷ്യങ്ങളുണ്ട് കേട്ടോ. മെയിനായിട്ട് അമ്പലത്തിൽ പോകണം, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസ് എടുക്കണം. അതിനാണ് കുർത്തിയൊക്കെ ഇട്ട് സുന്ദരക്കുട്ടന്മാരായിട്ട് ഇവരിങ്ങനെ തോളിലൊക്കെ കൈയിട്ട് നടക്കണം കേട്ടോ. അങ്ങനെ ഹാപ്പി ആയിട്ട് ഇതാ അവരിങ്ങനെ പോവുകയാണേ. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെല്ലാമൊക്കെയോ പറയുന്നുണ്ട്. ഇവർ ഫുള്ള് മറ്റേ എന്താ പറയുക, അണ്ണൻ തമ്പി വൈബാണ്. ഫുൾ കച്ചറയാണെന്ന് ചോദിച്ചാൽ ഫുൾ ടൈം അടിയാണ്. പക്ഷെ കാണാണ്ടിരിക്കാൻ പറ്റുമോ, അതും പറ്റില്ല. അങ്ങനത്തെ വൈബാണ് രണ്ടുപേരും എന്ന് പറഞ്ഞാൽ. ഉമ്മയൊക്കെ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും തോളിലൊക്കെ കൈയിട്ട് അണ്ണനാണ് തമ്പിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇതാ പോവാണ്. പക്ഷേ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴേക്കും നല്ല രീതിയിലൊരു വിഷമമുണ്ട്. എന്താ വെച്ചാൽ നമുക്കൊരു കാര്യം തോന്നിക്കഴിഞ്ഞാൽ, ഒരു കാര്യം ചെയ്യണം തോന്നി, അല്ലെങ്കിൽ എവിടെയും പോകണം തോന്നിയാൽ അത് മാറ്റി വെക്കരുത്. അപ്പോൾ തോന്നിയ സമയത്ത് തന്നെ ചെയ്യണം. അതല്ലെങ്കിൽ ഇത് അതേപോലെ 8ൻ്റെ പണി കിട്ടും. പണി എന്താണെന്ന് വരും നമുക്ക് കാണാം. വീഡിയോയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം. എന്തോ വൈകുന്നേരങ്ങളിലൊക്കെ ഈ കാറ്റൊക്കെ കൊണ്ടിങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രത്യേക തരം ഫീലിംഗ് ആണല്ലേ. അടിപൊളി. ആദ്യം നടന്ന സ്കൂളിലൊക്കെ പോകുന്ന വഴികളിലൂടെ ഇപ്പോൾ നടക്കുമ്പം എന്തൊക്കെയോ ഒരു നൊസ്റ്റാൾജിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിതാ സംസാരിച്ചിങ്ങനെ പോവാം. പോണ വഴി പാടത്ത് എത്തി. കുറേ പൂവൊക്കെ ചെവിയിലൊക്കെ വെച്ച്, ഓണാവാനായില്ലേ. അപ്പോൾ പാടത്തൊക്കെ നിറയെ പൂക്കളുണ്ട്, കുഞ്ഞു കുഞ്ഞു പൂക്കൾ. അതൊക്കെ ചെവിയിലൊക്കെ വെച്ച് കുറേയൊക്കെ കയ്യിലെടുത്ത് അവരെ പ്രായത്തിൻ്റെതായ കളികളൊക്കെ കളിച്ച് അവരിങ്ങനെ പോവുകയാണേ. ഇനി ഞാൻ ആ കാര്യം പറയാം. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അമ്പലം തുറന്നിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഉള്ളിൽ നല്ല വിഷമം വന്നു. കാരണം കുറേ കാലമായിട്ട് വിചാരിക്കുന്നുണ്ടെങ്കിലും അമ്പലത്തിലേക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അങ്ങനൊരു മാനസികാവസ്ഥയും കൂടെ ഉള്ളത് കൊണ്ട് ഭയങ്കരമായിട്ട് വിഷമം വന്ന്. പക്ഷേ ചില സമയങ്ങൾ അങ്ങനെയാണ്, നമ്മൾ വിചാരിച്ചതൊന്നും നടന്നോളണമെന്നില്ല. അങ്ങനെ ഞങ്ങളിതാ നടന്നു അമ്പലത്തിലേക്ക് പോവാണ്. പുറത്ത് നിന്നിട്ടെങ്കിലും തൊഴാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ അമ്പലത്തിലേക്ക് ഇങ്ങനെ പോവാണ്. അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ ഒരിങ്ങനെ കയറി അമ്പലത്തിൽ ഞങ്ങളെത്തി. പുറത്തുനിന്നൊക്കെ തൊഴുതു. അപ്പോഴും നല്ല വിഷമമുണ്ട് കേട്ടോ. എന്തോ ഒന്ന് പൂർത്തീകരിക്കാത്ത വിഷമം പോലെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. കുളത്തിലേക്കൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി. എന്നിട്ട് ഞങ്ങളിതാ തിരിച്ചു പോകുന്ന വഴിക്ക് ഫോട്ടോ എടുത്തു. അപ്പം പോയത് 2 കാര്യത്തിനാണ്, അതിലൊരു കാര്യം നടന്നു. അപ്പോൾ അതിൽ സന്തോഷമുണ്ട്. പക്ഷേ എന്തോ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യം പൂർത്തീകരിക്കാത്തതിൻ്റെ ഒരു വിഷമം അപ്പോഴും ഉള്ളിലുണ്ട്. ഒരു കാര്യവും മാറ്റി വെക്കാൻ, നാളെ പോകാൻ പറ്റുമല്ലോ, രാവിലെ അമ്പലം തുറക്കുമല്ലോ, അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡ്. അങ്ങനെ ഞങ്ങൾ പോന്ന് ദാ വീട്ടിലെത്തി. എന്നെപ്പോലെ ഇങ്ങനെ കുഞ്ഞു കാര്യത്തിന് വിഷമം വരുന്നവരാണോ നിങ്ങൾ? പക്ഷെ ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലേ.